ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ എത്ര നരച്ച മുടിയും കറുപ്പിക്കാം. അതുപോലെ തന്നെ നല്ല ആർത്ത് മുടി കിളുക്കാനും നല്ല കറുകറുത്ത് തന്നെ മുടി വളരാനും താരം പോകാനും സ്കാൽപ്പ് ക്ലീൻ ആകാനും ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി കിടക്കാച്ചി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. താരനൊക്കെ ഒരുപാട് കൂടെയുള്ള കുട്ടികളൊക്കെ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് ചെയ്താൽ മാത്രം മതി. കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് റെസ്റ്റ് എടുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തേക്കുക, പെട്ടെന്ന് തന്നെ കഴുകിക്കളയാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ഉലുവ എടുക്കുക. അപ്പോൾ ഈ ഉലുവ നല്ല കഴുകി ഒഴിച്ചിരിക്കുന്ന ഉണക്കി എടുത്തിരിക്കുന്നതായിരിക്കണം, നല്ല ക്ലീൻ ആക്കിയതായിരിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ, അതേ സ്പൂൺ അളവിൽ 2 ടീസ്പൂൺ തേയിലപ്പൊടിയാണ്. ഈ തേയിലപ്പൊടിയുടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന 2-3 ഇലകളാണ് കേട്ടോ. പൂവും ഇതൊക്കെയാണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയിലയുടെ ഔഷധ ഗുണം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മുടിക്ക് വളരെ നല്ലതാണ്. മുടി കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ്. നരച്ച മുടി ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പേരയില. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതിൽ 3-4 ഇലയാണ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ചിലന്തി അതുപോലെ തന്നെ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ പോലെ ഉണ്ടാവും. നല്ലപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടുക. അതിനുശേഷം നമുക്കിവിടെ വേണ്ട ചെമ്പരത്തി പൂവാണ് കേട്ടോ. അതിൻ്റെ പൂങ്കൊടി നുള്ളി കളഞ്ഞതിന് ശേഷം ചെമ്പരത്തി പൂ എടുക്കുക. ചെമ്പരത്തി പൂ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതളായിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതുകൂടി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്രത്തിൽ എടുക്കട്ടെ. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം നല്ലപോലെ ഒന്ന് കുറുക്കി 1 ഗ്ലാസ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തോടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് നെവിടിയിട്ട് നമുക്ക് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യമേ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ച് വരുമ്പോൾ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇതേ അളവിൽ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ പച്ചരിയാണ്. ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയാണ് ഏറ്റവും നല്ല നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് ആയിട്ട് തിളങ്ങാനും അതുപോലെ തന്നെ മുടിക്ക് വളരെ ആരോഗ്യ ഗുണമുള്ളതാണ് നമ്മുടെ അരിയെ. അതുപോലെ ഈ ചേർത്തിരിക്കുന്ന എല്ലാം മുടിക്ക് വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ഔഷധ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ആ അരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 4 കഷ്ണം ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ ചുമന്നുള്ളി തന്നെ നിങ്ങൾ എടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി തന്നെ എടുക്കുക. നമ്മൾ വീട്ടിൽ വെച്ച് ഉണങ്ങിപ്പോയ ഉള്ളിയൊന്നും എടുക്കാതെ, അതുപോലെ സവോളയൊന്നും എടുക്കാതെ ഈ ചെറിയ ഉള്ളി 4 എടുക്കുക. അതുകൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് തീ കുറച്ചിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അത് നല്ല കുറുകി ഇതിൻ്റെ ഇലയും ഇതുപോലെ ഈ പൂവും ഇതെല്ലാം നല്ലപോലെ വെന്ത് കുറുകി അതിൻ്റെ സത്ത് ഫുള്ളും ആ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ തന്നെ വേണം ഒന്ന് കുറുക്കി 1 ഗ്ലാസ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാം. എന്നിട്ട് ഇപ്പം ഞാനിത് രാത്രിയിലാണ് ഇത് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ രാത്രി ചെയ്ത് വെച്ചിട്ട് ഇത് രാവിലെയാണ് നമുക്കിത് എടുക്കേണ്ടത്. അതുവരെ ആ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കിടന്ന് അതിൻ്റെ സത്ത് ഫുള്ളും അതിലിറങ്ങണം. അതിനുശേഷം ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയതിന് ശേഷം ഫ്ലെയിമും ഇത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഒന്ന് അടച്ച് വെക്കണം. ഇത് തുറന്ന് വെക്കരുത്, ഇത് അടച്ച് വെച്ചേക്കണം. പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി ഉള്ളിയൊക്കെ നല്ല വെന്ത് ഇലയെല്ലാം നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് കണ്ട നല്ലൊരു കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ഈ ഒരു വെള്ളം നമ്മൾ കുളിക്കുന്നതിന് നമ്മൾ എന്തായാലും തലമുടി നനച്ചാലും കുളിക്കുന്നുണ്ട്. എണ്ണ വെക്കുന്നവരും ഉണ്ട്, എണ്ണ വെച്ചാലും കുഴപ്പമില്ല. ഇത് തലമുടി നിങ്ങൾ കഴുകുമ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് മുടി കഴുകുവാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. മുടി ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. മുടി ആർത്ത് കിളുക്കാനും പിന്നെ നരയെ തടയാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. നരച്ച മുടി വെളുത്ത് വരുന്ന മുടി പോലും നല്ല കറുത്ത കളറിൽ തന്നെ വളരാൻ സഹായിക്കുന്നതാണ്. കാട് പോലെ മുടികൾക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ കുറച്ചേറെ സാധനങ്ങളെല്ലാം കൂട്ടിയെടുക്കുക. ഇപ്പോൾ കുറച്ച് മുടിയുള്ളവർക്ക് വേണ്ടി
ഇത്രയും മതിയാവും കേട്ടോ. അതിനുശേഷം ഞാൻ നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അരിപ്പയിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ സത്ത് ഫുള്ളും നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതിലേക്ക് ചിലരൊക്കെ ഷാമ്പു ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഞാൻ ഷാമ്പു ഇവിടെ ഉപയോഗിക്കാറില്ല. ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണോ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് അത് നോക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. വീര്യം കുറഞ്ഞ ഷാമ്പു ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ ഷാമ്പു ഒന്നുമല്ല എടുക്കുന്നത് കേട്ടോ. നല്ല ഒന്നാന്തരം എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എനിക്ക് മുടിക്ക് നല്ല പിടിക്കുന്ന ഒരു താളിയാണ് ഇത് കേട്ടോ. വെള്ളിലൻ താളി എല്ലാവർക്കും അറിയാമായിരിക്കും. വെള്ളിലൻ താളിയുടെ വെള്ളിയില ഇലയൊക്കെ എടുക്കാൻ കിട്ടും. എന്നെ കൊണ്ട് നരച്ച് മുടി കറുപ്പിക്കാൻ വളരെ നല്ലൊരു പൊടിയും കൂടിയാണിത്. മുടി വളരാൻ സഹായിക്കുന്ന പൊടിയാണ്. യാതൊരു അലർജിയോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് മുടിക്കൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നതാണ് വെള്ളിലൻ താളി. എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ഒരു സ്പൂൺ പൊടിയാണ് ഞാൻ ഈ വെള്ളത്തിൽ ഷാമ്പുവിന് പകരം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബ്ലെൻഡർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യിച്ചിട്ട് പാടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ തലയിലേക്ക് അപ്പോഴേ തന്നെ തേക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തലയിൽ ഒഴിച്ച് കഴുകി കളയേണ്ടതെന്നുള്ളൊരു നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് തലയിലേക്ക് ഒഴിച്ചിട്ട് ഷാമ്പുവിന് പകരം ഉപയോഗിക്കുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് 5 മിനിറ്റോളം നിങ്ങൾ തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. താരനൊക്കെ പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന, മുടിയൊക്കെ കേൾക്കാനായിട്ട് 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കോട്ടൻ്റെ തുണിയോ കോട്ടൺ പഞ്ഞി കാണുമല്ലോ, അതുകൊണ്ട് സ്കാൽപ്പിലെല്ലാം ഇതിൽ മുക്കി തലയിലെല്ലാം വകഞ്ഞ് തലമുടി എടുത്തിട്ട് തേച്ച് വെക്കുകയാണെങ്കിൽ, തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി. ഉടനെ തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയണമെങ്കിൽ നമ്മൾ താളി ഷാമ്പൂവിന് പകരം ഇത് ഉപയോഗിക്കുക കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതൊന്നും ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, പൊട്ടിപ്പോകത്തില്ല, മുടിക്കായ വരത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇങ്ങനെയൊന്ന് ചെയ്യുവാണെങ്കിൽ മുടിയുടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവുകയൊക്കെ ചെയ്യും. ഷാമ്പൂവിന് പകരം വളരെ നല്ലതാണ്. ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കളറ്. പക്ഷേ ഈ വെള്ളിലൻ താളിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഒരു മണം. സൂപ്പർ മണമാണ്. നമ്മൾ ഷാമ്പൂ ഒക്കെ തോറ്റു, അത്രയ്ക്ക് നല്ല രീതിയാണ്. നല്ലൊരു മണമാണ് ഇത് താളിക്ക് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ തലയിലേക്ക് അന്നപ്പോൾ തന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോയി മുടിയൊക്കെ കഴുകാനില്ലാണ്ട് ഷാമ്പു പറപ്പിച്ചിടുമല്ലോ നമ്മുടെ മുടി. അപ്പോൾ നല്ല തിളങ്ങി സിൽക്കി ആയിട്ട് കിടക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ല രസമായിരിക്കും നമ്മുടെ മുടിയൊക്കെ കാണാൻ. ഇപ്പോൾ സ്കാൽപ്പിലേക്ക് ഞാൻ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് അതിൻ്റെ മുടിയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് മസാജ്. അപ്പോൾ താരൊന്നും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് താരൻ്റെ പ്രോബ്ലം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ മകൻ്റെ മുടി തലയിൽ ഒരുപാട് താരഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈ താളിയൊക്കെ മേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നല്ലപോലെ അത് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഷാമ്പു ഒന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ മകളുടെ തലയിൽ ഇതുപോലെ താരഞ്ഞൊക്കെ കൂടിപ്പോയപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ മുടി കിളുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുടിയിൽ ആ നരയൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.